നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിച്ച ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന തൻ്റെ പുത്രൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് നിത്യ ജീവൻ നൽകി തന്നിരിക്കുകയാണ്. നിത്യസ്നേഹത്താൽ നിത്യ ജീവൻ നൽകി തന്ന ദൈവം തന്നിൽ വിശ്വസിക്കുന്ന, തന്നെ അനുഗമിക്കുന്ന തൻ്റെ മക്കൾക്ക് നിത്യപ്രകാശമാണ്. പകൽ നമ്മെ പ്രകാശിപ്പിക്കുവാൻ സൂര്യനുണ്ടെങ്കിലും രാത്രി പ്രകാശിപ്പിക്കുവാൻ ചന്ദ്രനുണ്ടെങ്കിലും തന്നിൽ വിശ്വസിക്കുന്ന, തന്നെ അനുഗമിക്കുന്ന ദൈവജനത്തോട് ദൈവം പറയുക, ഞാൻ നിനക്ക് നിത്യപ്രകാശമായിരിക്കും. നിത്യ സ്നേഹത്താൽ നിത്യജീവൻ നൽകി നിത്യപ്രകാശത്തിൽ നമ്മെ നടത്തുന്ന ദൈവം തന്നെ അനുഗമിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യ തേജസ്സാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകുന്ന എല്ലാം നിത്യമാണ്. ദൈവത്തിൻ്റെ സ്നേഹം നിത്യമാണ്. അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചപ്പോൾ നമ്മളെല്ലാവരും ഈ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ തള്ളപ്പെട്ടവരായിരുന്നു, പാപികളും ദോഷികളുമായിരുന്നു, ദൈവത്തിൽ നിന്ന് മനസ്സുകൊണ്ട് അകന്നവരായിരുന്നു, ദുഷ്പ്രവൃത്തിക്കാരായിരുന്നു. പക്ഷെ ദൈവം നമ്മെ സ്നേഹിച്ചു. ആരും നമ്മെ സ്നേഹിക്കാൻ ഇല്ലാതിരുന്ന സമയത്ത്, എല്ലാവരാലും വെറുക്കപ്പെട്ട, തള്ളപ്പെട്ട സ്ഥാനത്ത് ദൈവം നമ്മെ സ്നേഹിച്ചു. ആ സ്നേഹം നിത്യമാണ്. വചനം പറയുന്നു, അവനവരെ ആദ്യം സ്നേഹിച്ചതുപോലെ അവസാനത്തോളം സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹം നിത്യമാണ്. തൻ്റെ അടുക്കൽ വരുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ജീവൻ സമൃദ്ധമായ ജീവനാണ്. അത് നിത്യജീവനാണ്. പ്രിയപ്പെട്ടവരെ, ആ ജീവൻ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. ഇനി മരണമില്ല. നിങ്ങളെ കീഴ്പ്പെടുത്താൻ മരണത്തിന് പോലും കഴിയില്ല. കാരണം യേശുക്രിസ്തുവിൽ വിശ്വസിച്ച നിങ്ങൾ ജീവനിൽ കടന്നിരിക്കുകയാണ്. നിങ്ങളെ മരണം കീഴ്പ്പെടുത്തുകയില്ല. നിങ്ങൾ നിത്യജീവനിൽ പ്രവേശിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ എത്ര ഇരുട്ടുണ്ടായാലും ദൈവം നിങ്ങൾക്ക് വെളിച്ചമാണെങ്കിൽ ആ വെളിച്ചത്തെക്കുറിച്ച് വചനം പറയുന്നത് നിത്യപ്രകാശമാണെന്നാണ്. നിങ്ങൾ ഒരിക്കലും ഇടറുകയില്ല. നിങ്ങൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ദൈവം നിത്യപ്രകാശമാണ്. എങ്കിലും ഈ ഭൂമിയിൽ ചില കഷ്ടനഷ്ടങ്ങൾ നമുക്കുണ്ട്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങളൊന്നും സാരമല്ല. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകുന്ന തേജസ് നിത്യമാണ്. അതിൻ്റെ ശോഭ ഒരു നാളും കുറയുകയില്ല. നിത്യ തേജസ്സിലേക്ക് ദൈവം നമ്മെ വിളിക്കുകയാണ്. അതുകൊണ്ട് പ്രിയരെ, തൻ്റെ മക്കൾക്ക് ദൈവം കൊടുക്കുന്ന നിത്യമായ എല്ലാ അവകാശങ്ങൾക്കുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തോട് കൂടെ നടക്കാം. നിത്യതയുടെ ദർശനം പ്രാപിച്ചുകൊണ്ട് നിത്യ തേജസ്സിനായി നമ്മെ തന്നെ ദൈവപാദപീഠത്തിങ്കൽ ഒരുക്കാം, വിശുദ്ധിയെ തികയ്ക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.